വെൽക്കം ബാക്ക് ടു ലേണിനു. പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനിൽ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 96/2025 ആണ്. ദെൻ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 16th ആണ്. അപ്പോൾ പലപ്പോഴും പലരും പല നോട്ടിഫിക്കേഷൻസും വരുമ്പോൾ അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും മാത്രം ഷെയർ ചെയ്യാനായിട്ട് ടെക്നിക്കൽ പി എസ് സിയുടെ ഷെയർ ചെയ്യാനായിട്ട് ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാം. പുതിയ വരുന്ന നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റ് അതേപോലെ സിലബസ് തുടങ്ങിയ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും എക്സാമുകളൊക്കെ അറിയാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 16th ആണ്. നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഓക്കെ, സോ ഇത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. പോസ്റ്റ് നെയിം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. അപ്പൊ വേക്കൻസി കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് വേക്കൻസി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22 to 36 ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏജ് റിലാക്സേഷൻ വരുന്ന കാറ്റഗറിക്ക് അതിനനുസരിച്ച് ഏജ് റിലാക്സേഷനും കിട്ടും. ക്വാളിഫിക്കേഷനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, മസ്റ്റ് പോസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറെ ഈ ഇലക്ട്രോണിക്സ് ഈസിക്കാരും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കൃത്യമായി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിഗ്രി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കലുകാർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിടെക് അല്ലെങ്കിൽ BA ഒക്കെ കഴിഞ്ഞവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ഇതിൽ നമുക്കൊരു ട്രെയിനിങ്ങും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 1 ഇയറിലുള്ള ഒരു ട്രെയിനിങ്ങും കൂടെ ഈ ഒരു പോസ്റ്റിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 16th ആണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഏജ് ലിമിറ്റ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ വർഷം എന്തായാലും എക്സാം ഉണ്ടാവില്ല, കാരണം ഈ വർഷത്തെ കലണ്ടർ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇയർ ഒരു ആദ്യത്തെ ഒരു 1-2-3 മാസത്തിനുള്ളിലൊക്കെ മേ ബി എക്സാം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ അതിന്റെ ഒരു കൃത്യമായി ഒരു പഠനം നമുക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ നമുക്ക് ലേണിനോലും കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൂടി പറയാം. നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കോഴ്സിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. 1 ഇയറിനുള്ളിൽ എക്സാം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പം കോഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ആപ്പ് ത്രൂ ആണ്, ലേണിനോ ആപ്പിലാണ് നമുക്ക് ക്ലാസ്സസ് വരുന്നത്. ഇതിൽ നമുക്ക് വെബ് വ്യൂ ഉണ്ട്, അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലൊക്കെ കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അത് സിലബസ് അനുസരിച്ച്, അതായത് പ്രീവിയസ് ഇയറിൽ, അതായത് ഈ എക്സാം മുന്നേ നടന്നിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ക്ലാസ്സസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സിലബസ് അവൈലബിൾ ആവുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടന്റ്സ് ഒക്കെ ഓൾട്ടർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ റെക്കോർഡഡ് ആയിട്ടുള്ള ലെക്ചേഴ്സും MCQസും അതേപോലെ തന്നെ PDF മെറ്റീരിയൽസും നമ്മളെ കോഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ആ സിലബസ് അനുസരിച്ചുള്ള കണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ഒരു എക്സാം എഴുതാത്തവരാണെന്നുണ്ടെങ്കിലും മുന്നേ എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ആർക്കാണെങ്കിലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രം ദ ബേസിക്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇപ്പൊ നമ്മള് ക്രിച്ച്ഓഫ് ലോ എന്ന് പറയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലോ മുതൽക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഫോൾഡറും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കലിന്റെ ഒരു MCQ ബുക്ക് ബണ്ടിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 5 ബുക്സ് ആണ് വരുന്നത്. 4 MCQs, അതായത് വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ. മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള പല എക്സാംസിനും ഉള്ള
നമ്മൾ കൊടുത്തിട്ടുള്ള കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ബുക്കാണ്. ദെൻ ഒരു PYQ ബുക്ക്, അതായത് പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള പല പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വരുന്ന ബുക്ക്. അപ്പൊ അങ്ങനെ മൊത്തം 5 ബുക്സ് വരുന്ന ബുക്ക് ബണ്ടിൽ നമ്മൾ എൻറ്റയർലി ഫ്രീ ആയിട്ടാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് നല്ലൊരു റെഫറൻസ് ബുക്ക് ആയിരിക്കും, എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും പറ്റുന്ന നല്ലൊരു റെഫറൻസ് ബുക്കാണ്. അപ്പൊ ആ ഒരു ബുക്ക് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ദെൻ നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതായത് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. ദെൻ വിത്ത് പേഴ്സണൽ മെന്ററിങ് ഓടുകൂടിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് കോഴ്സ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിലും, ഇപ്പോൾ റീസെന്റ് ആയിട്ട് BTech ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആദ്യമായി ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും, ഓൾറെഡി മറ്റു പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നും കൂടെ ലെവൽ ബൂസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. സോ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുക്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ജൂലൈ 16th ആണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. താങ്ക് യു.